വാർഡ്രോബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്ലൈവുഡ്, ലാമിനേറ്റ്സ്, എഡ്ജ് ബാൻഡും അതെല്ലാം നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക്. പിന്നെ ഇത് പിടിപ്പിക്കേണ്ടത് പലതരം ഹാർഡ്വെയർസാണ്. സ്ക്രൂസ്, മിനിഫിക്സ് ഉണ്ട്, പിന്നെ ഹിഞ്ചസ് ഉണ്ട്, ഹാങ്ങിങ് റോഡ്സ് ഉണ്ട്, നോബുണ്ട്, ഹാൻഡിലുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഹിഞ്ചസ് ഹെറ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമർ ഇപ്പോൾ ഡോറുകളൊക്കെ 180 ഡിഗ്രി തിരിക്കണമെങ്കിൽ നമുക്ക് ബ്ലമ്മിലാണ് അതിൻ്റെ ഓപ്ഷൻ ഉള്ളൂ ഹിഞ്ചസിൽ. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന അയൺ ടേബിളും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഹാങ്ങിങ് റോഡ്സ് പലതരം ഉണ്ട്. ഇപ്പോൾ റിമോട്ട് കൺട്രോൾ ഹാങ്ങിങ് റോഡ്സ് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സസൊക്കെ ഡ്രസ്സും സാരിയൊക്കെ നമ്മുടെ ലെവലിൽ വരും. ഏറ്റവും നല്ല ഹാർഡ്വെയർസ് ഉപയോഗിക്കത്തുള്ളൂ, കാരണം ഡ്യൂറബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ സ്ലൈഡിങ് വാർഡ്രോബ്സിലെ ഹാർഡ്വെയർസ് ഉപയോഗിക്കുന്നത് നമ്മൾ എപ്കോ ഉപയോഗിക്കുന്നുണ്ട്, ഹെറ്റിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ബ്ലം ഉപയോഗിക്കുന്നുണ്ട്. എപ്കോ ഇന്ത്യൻ ബ്രാൻഡാണ്. അത് എക്കണോമിക് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. പിന്നെ ഹെറ്റിച്ച് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ഒരു സ്ലൈഡിങ്ങിൻ്റെ ഹാർഡ്വെയറിന് എങ്ങനെ പോലും 4000 രൂപ വരും. പ്ലം ഇസ് മോർ എക്സ്പെൻസീവ്. അതിൽ മോട്ടറൈസ്ഡ് ടെക്നോളജിയും പലതും ഉണ്ട്. ഷട്ടേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും, ക്ലോസ് ആവും. എല്ലാം മോട്ടറൈസ്ഡ് വർക്കാണ്.